ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടും നിങ്ങളുടെ വീട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ ബില്ല് കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എനിക്കും ഒരു സോളാർ ഉണ്ട്. എൻ്റെ വീട്ടിലെ സോളാർ സിസ്റ്റത്തിൽ ഈ മാസം വന്നിരിക്കുന്ന ബില്ല് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സോളാർ പ്രൊസ്യൂമേഴ്സും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രധാനമായും ഇതിനുള്ള 3 കാരണങ്ങളാണ്. ഒന്നാമത്തത് ബാങ്കിങ് സൈക്കിൾ റീസെറ്റ്. KSEBയുടെ ജനറേഷൻ ബാങ്കിങ് സൈക്കിൾ റീസെറ്റ് ആവുന്നത് ഈ മാർച്ചിലാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് ബാങ്കിങ് സൈക്കിൾ റീസെറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രൊഡക്ഷനിലെ ബാക്കിയുള്ള നമ്മുടെ ബാങ്ക് ബാലൻസ്, അതായത് ജനറേഷൻ എനർജി ബാങ്ക് ബാലൻസ് നമുക്ക് ഈ മാസത്തിലുള്ള ഉപഭോഗത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം മാർച്ച് അവസാനത്തോടു കൂടി അത് റീസെറ്റ് ആവും, ക്ലിയർ ആവും. അപ്പൊ അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ എന്താണോ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഉപഭോഗം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബില്ല് കൂടാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത് പറയാനുള്ളത് സമ്മർ ലോഡ് സ്പൈക്ക്. സമ്മർ ലോഡ് സ്പൈക്ക് എന്ന് പറയുന്നത് നമ്മൾ അറിയാം, കേരളത്തിലെ അവസ്ഥ. കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഏറ്റവും ചൂടുള്ള കാലാവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ AC, ഫാന്, അതുപോലെ തന്നെ കൂളർ എന്നിവയെല്ലാം ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കിവിടെ എനർജി ബാക്കപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു മാസങ്ങളിലെ നമ്മുടെ ബില്ല് വളരെയധികം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാരണം ലോവർ സോളാർ ഔട്ട്പുട്ട്. നമ്മുടെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളുള്ള മാസങ്ങളാണ്. അതുപോലെ തന്നെ ക്ലൗഡ് ഉള്ള സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ക്ലൗഡ് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ വല്ലാത്ത രീതിയിൽ കുറയും. അതുപോലെ തന്നെ ഹീറ്റ്, അതായത് ചൂട് ഒരു പരിധിയിലധികം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സോളാർ പ്രൊഡക്ഷന്, സോളാറിന്റെ എഫിഷ്യൻസിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു 3 സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ സോളാറിന്റെ എഫിഷ്യൻസി വല്ലാത്ത രീതിയിൽ കുറയാണ്. വലിയൊരു സോളാർ ഇൻസ്റ്റലേഷൻ പോലും നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനനുസരിച്ചുള്ള യൂണിറ്റുകൾ നമുക്ക് സാധ്യമല്ല. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൂടി കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂനിന്മക്കുരു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ടോട്ടൽ ബാങ്ക് ബാലൻസ് അവിടെ കുറയാണ്. രണ്ടാമത് നമ്മുടെ കൺസംഷൻ കൂടുകയാണ്. മൂന്നാമത് നമ്മുടെ സോളാറിന്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഈ ഒരു 3 കാര്യം കൂടി വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ ബില്ല് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൂടുതൽ ബില്ല് വരാനുള്ള കാരണം. ഇതുപോലത്തുള്ള നല്ല അറിവുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സോളാർ പ്രൊസ്യൂമേഴ്സിന് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഫോളോ ഫോർ മോർ എനർജറ്റിക് വീഡിയോസ്.